ഇസ് ദാറ്റ് അത് മാത്രമാണ് എഡ്യൂക്കേഷൻ. ഞാനിത് പറയുന്നത് പേരൻസ് നിങ്ങൾ തിങ്ക് ചെയ്യണം. പേരന്റിങ് അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. പേരന്റിങ് ഈസ് എ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾക്ക് കുട്ടികളുണ്ടോ അത് റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. യു കാൺ ജസ്റ്റ് ലീവ് ദം ലൈക്ക് ദാറ്റ്. എനിക്ക് കേസസ് ഒന്നുകൊണ്ട് ഞാൻ ഈ പറയുന്നത്. യു കാൺ ജസ്റ്റ് ലീവ് ദം ലൈക്ക് ദാറ്റ്. ഇവിടെ കണ്ട് കുട്ടികൾ ഡാൻസ് കളിച്ചു, കുട്ടികൾ കുക്കിംഗ് പഠിച്ചു. ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. പേരന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി വെരി ഇമ്പോർട്ടന്റ്. പേരന്റിങ് വെരി ഇമ്പോർട്ടന്റ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറ്റൈനിങ് നോളജ്. നമുക്ക് നോളജ് കിട്ടുന്നതാണ്. നോളജിനെ എങ്ങനെ വിസ്ഡം ആക്കുന്നു, നോളജിനെ ജ്ഞാനത്തെ എങ്ങനെ പരിജ്ഞാനമാക്കുന്നു. പിന്നെന്തോ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഈസ് ഡെവലപ്പിംഗ് എ സ്കിൽ. സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെന്തോ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഈസ് ഗെറ്റിംഗ് വാല്യൂസ്. വാല്യൂസ് എടുക്കുന്നതാണ് എഡ്യൂക്കേഷൻ. ഇതാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത്. പക്ഷെ what do we do? Most of us, what do we do? For us, education is only learning, 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 learning. Learning, learning, learning. പഠിത്തം 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 പഠിത്തം. കൊച്ചിനെ ഡോക്ടർ ആക്കണം, കൊച്ചിനെ എഞ്ചിനീയർ ആക്കണം, കൊച്ചു സയന്റിസ്റ്റ് ആകണം, കൊച്ചു റോക്കറ്റ് ഓടിക്കണം, കൊച്ചു പ്ലെയിൻ ഓടിക്കണം, വാട്ട് എവർ. അതാണ് എഡ്യൂക്കേഷൻ. ആണോ? എഡ്യൂക്കേഷൻ കൂടി 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 ഇപ്പം നമ്മുടെ ജനറേഷൻസ് എല്ലാം ലഹരിയില്, ലഹരി മരുന്ന്, മക്കള് പേരൻസിനെ കൊല്ലുന്നു, അപ്പനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പഠിപ്പിച്ച് 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 നമ്മൾ എത്തിയിരിക്കുകയാണ്. കേരളം എത്തിയിരിക്കുകയാണ്. ഡു യു തിങ്ക് ദാറ്റ് ദിസ് ഇസ് ഡെവലപ്മെന്റ്? ഇതാണോ ഡെവലപ്മെന്റ്? മനുഷ്യനെ മനുഷ്യനായി കാണാനായിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ മനുഷ്യനെ മനുഷ്യനായി കാണാനായിട്ട് ആ രീതിയിൽ വളർത്താൻ നമ്മൾക്ക് ഒത്തില്ലെങ്കിൽ നമ്മുടെ ഹോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇസ് ഡൗൺ. ഇനിയും എഡ്യൂക്കേഷൻ പറഞ്ഞ സ്കൂളിൽ നിന്ന് മാത്രമല്ല. നമ്മളെല്ലാം നമ്മുടെ സ്കൂൾ സിസ്റ്റത്തെ കുറ്റം പറയും. സ്കൂളുകൾ ഇപ്പോഴത്തെ അങ്ങനെയാണ്. വൈ ഡു യു ലീവ് യുവർ ചിൽഡ്രൻ ടു ബി എഡ്യൂക്കേറ്റഡ് ഓൺലി ഫ്രം എ സ്കൂൾ? ഒരു സ്കൂൾ വേണം എന്റെ കുഞ്ഞിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നിർബന്ധം പഠിക്കുന്ന എന്തിനാണ്? എന്റെ സ്കൂളിൽ അങ്ങനെ പഠിപ്പിച്ചില്ല, ഇങ്ങനെ പഠിപ്പിച്ചില്ല, ടീച്ചേഴ്സ് അങ്ങനെ ബിഹേവ് ചെയ്തു, ഇങ്ങനെ ബിഹേവ് ചെയ്തു. ഇതിനെ ഫേസ് ചെയ്യാനായിട്ട് കുട്ടി ആദ്യം പഠിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. ആ കുട്ടി വീട്ടിൽ നിന്നാണ് ഇതെല്ലാം പഠിക്കേണ്ടത്. ആ കൊച്ചിൽ ഒരു കുട്ടിയുടെ 7-8 വയസ്സ് വരെ വെരി ഇമ്പോർട്ടന്റ് ആണ്. 7 to 8 years of a child's life is very important. ആ പീരീഡില് നമ്മൾ വീട്ടിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നോ, നമ്മുടെ വീട്ടിൽ വാട്ട് എവർ വി ടോക്ക്, നമ്മുടെ വീടിന്റെ ഒരു എനർജി ഉണ്ട്. പോസിറ്റീവ്, നെഗറ്റീവ്, വാട്ട് എവർ. നമ്മുടെ ഉള്ളിലുള്ള ഫൈറ്റ്സ്, ഹസ്ബൻഡ് വൈഫ് തമ്മിൽ ഫൈറ്റ്സ്, ഹസ്ബൻഡ് ആൻഡ് പേരൻസ് തമ്മിലുള്ള ഫൈറ്റ്സ്, ഇൻലോസ് തമ്മിലുള്ള ഫൈറ്റ്സ്, ഈ ഒരു നെഗറ്റീവ് എനർജി ഈ കുട്ടിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നുള്ള എത്ര പേരൻസ് ഓർക്കുന്നുണ്ട്? നമുക്ക് പല വീഡിയോസ് റീൽസ് ഒക്കെ കാണാം. ഒരു കുട്ടിയോട് പഠിക്കാൻ പറയുമ്പം ആ കുട്ടി കരഞ്ഞ് ആ പഠിക്കാൻ പറയുന്ന അമ്മയെ അബ്യൂസീവാ, പോടി എന്നൊക്കെ പറഞ്ഞു. നിങ്ങളൊക്കെ വീഡിയോ കണ്ടു കാണും. നീ എന്നെ പഠിപ്പിക്കാൻ, നീ പോടി, അമ്മയോട് പറയുക കുട്ടി. ആ കുട്ടി ആ പറയുന്നത് ഈ അമ്മയോ ആരാണ്ട് വീഡിയോയിൽ ഇട്ടിട്ട് ഭയങ്കര മഹാസംഭവമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൊടുത്തിരിക്കുകയാണ്. കുട്ടിയുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് തമാശ രീതിയിൽ. ഡു യു തിങ്ക് ദിസ് ഇസ് എ ജോക്ക്? ആ കുട്ടിയൊക്കെ വളർന്ന് എന്തായി തീരുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? Where a child do not know to respect a parent. റെസ്പെക്ട് ചെയ്യാൻ അറിയത്തില്ല. എവിടുന്ന് എങ്ങനെയാ കുട്ടി അത് പഠിക്കുന്നു? ഒരു അമ്മയെ പോടിയെന്ന് വിളിക്കാനായിട്ട് നീ ആരാടിയെന്ന് ഒരു അമ്മ, ഒരു കൊച്ചാ ചോദിക്കുന്നത്. 5-6 വയസ്സുള്ള കുട്ടികൾ ഒരു അമ്മയൊക്കെ അങ്ങനെ ചോദിക്കുന്നെങ്കിൽ എവിടുന്ന് പഠിക്കുന്നു? ആ കൊച്ചത് എവിടുന്ന് കേൾക്കുന്നു? ആലോചിക്കണം. അത് ആ വീടിന്റെ സംസാരമാണ്. നമ്മുടെ കുട്ടികൾ അറിഞ്ഞോ അറിയാതെ നമ്മളുടെ എനർജി എടുക്കും, നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യും. Children imitate their parents. പിന്നെ ചോദിക്കരുത് നീ ഇതൊക്കെ എവിടുന്നാ പഠിച്ചോണ്ട് വരുന്നത്? വീട്ടിൽ നിന്ന് തന്നെയാ പഠിക്കുന്നത്. പിള്ളേർക്ക് ഈ എനർജി കിട്ടും. സോ ഫസ്റ്റ് തിങ് ഐ വോണ്ട് ടു ടെൽ ദ പേരൻസ്, നിങ്ങളുടെ വൈഫിനെ, നിങ്ങളുടെ ഹസ്ബൻഡിനെ, വൈഫ്സ് ആൻഡ് ഹസ്ബൻഡ്സ് നീഡ് ടു ഹാവ് എ മ്യൂച്വൽ റെസ്പെക്ട് ഫസ്റ്റ്. നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവണമെങ്കിൽ ആ കുട്ടി വളർന്നു വന്ന് ആ കുട്ടി സമൂഹത്തിനും മുമ്പോട്ടുള്ള ആ കുട്ടിയുടെ ഫാമിലിക്കും ഒക്കെ ഉപയോഗമാകണമെങ്കിൽ അത് കണ്ടു പഠിക്കുന്ന അതിന്റെ അപ്പന്റെയും അമ്മയുടെയും സ്നേഹത്തിൽ നിന്നാണ്. അപ്പനും അമ്മയും എങ്ങനെ വീട്ടിൽ ബിഹേവ് ചെയ്യുന്നു, ഹൗ ലവിങ് ആർ ദേ,